ഗുഡ് ആഫ്റ്റർനൂൺ. ബുക്ക് എടുക്കാൻ ഓടിയതായിരുന്നോ? അല്ലല്ല, ഹെഡ്സെറ്റ്. ബുക്ക് നേരത്തെ എടുത്താണ്. ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയോ? നമ്മള് ഹൂ ഹും ഹൂസ് ഒക്കെ അല്ലേ നോക്കിയോ? അതായിരുന്നോ? ഇല്ല, അത് നോക്കില്ല. അതല്ല. വാട്ടറും പെന്നും. ഓ, ഓട്ടം തന്നെ എത്തിയതേ ഉള്ളൂ. ശരി ശരി. ഉം. ഉം. അത് രണ്ടു മൂന്ന് വെൻ വെച്ച് ചോദ്യം ചോദിക്കാവോ? ഉം. ഏഹ്, വെൻ വെച്ച്. വോട്ടും വെന്നും അല്ല നമ്മൾ പഠിച്ചത്, വെന്നും വൈയും ആണ് പഠിച്ചത്. യെസ് യെസ് യെസ്. വാട്ട് മിനിഞ്ഞാന്നാ പഠിച്ചത്. വാട്ട്. 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 യെസ്. പറഞ്ഞോ, ചോദിച്ചോ. വെൻ ഈസ് യുവർ വെൻ ഈസ് യുവർ ആ ക്ലാസ് ടുഡേ. വെൻ ഇസ് യുവർ ക്ലാസ് ടുഡേ? ഇന്ന് എപ്പോഴാണ് ക്ലാസ്? കൊള്ളാം, നല്ല ചോദ്യം. ആ അടുത്തത് വൈ വെച്ച്. വൈ മീൻസ് ഏത്? ഏ എന്ത്? എന്ത്? വൈ. ഏഹ്, വൈ. വൈ സിമ്പിൾ അല്ലേ? എന്തുകൊണ്ട്? ഇതാണ് വൈ പ്രശ്നം. എഴുതി പഠിച്ചില്ലല്ലേ? ഇന്നലെ നോക്കിയില്ല. ഇത് എഴുതാതെ നമ്മൾ എങ്ങനെ പഠിക്കും? ഇനി അങ്ങോട്ട് ഹാവും ഹൂസും ഹവും കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഗോഡ്സൺ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റുമോ? ഡോണ്ട് യു ഹാവ് ടു ബി ഫ്ലുവന്റ്? ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണ്ടേ? യെസ്. അപ്പൊ ഇനി മടി കാണിക്കില്ല. നാളെ ഇന്ന് ഈ ഇത് കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് നോക്കണം. ഞാൻ ചോദിക്കാം, ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ഭയങ്കര സന്തോഷിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? വൈ ആർ യു ഹാപ്പി? ആ ആ, ഇന്നലെ എന്തിനാണ് അങ്ങോട്ട് പോയത്? വൈ ആർ യു ഇന്നലെ എന്തിനാ ഇന്നലെ അങ്ങോട്ട് പോയത്? എന്തിനാണ് അവിടെ പോയത്? വൈ ആർ യു ഗോ there ഉം yesterday? അല്ല. വൈ ആർ യു എന്നൊന്നും വരത്തില്ല. കാരണം വൈ ആർ പറയുമ്പോ അതിന്റെ അർത്ഥം ഇപ്പൊ നടക്കുന്നു എന്നാണ്. ഇന്നലത്തെ കാര്യമാണ് ഞാൻ ഓ, ഇന്നലെ. ചോദിച്ചത്. ഓ, ആ ആ വൈ ഡിഡ് ആ വൈ ഡിഡ്. ബാക്കി പറഞ്ഞു. വൈ ഡിഡ് ഗോ there yesterday? ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണ്ടേ? നീ എന്തിനാണ് പോയത്? വൈ ഡിഡ് യു ഗോ ദയർ യെസ്റ്റർഡേ? കംപ്ലീറ്റ് ഓക്കെ. ആയിട്ട് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം കേട്ടോ. ഉം. ഓക്കെ. എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നു? ഇങ്ങനെ എന്തിനാണ് പഠിക്കുന്നത്? എന്ത്? ആ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്? എന്താണ് ഇങ്ങനെ പഠിക്കാത്തത്? അത് പറഞ്ഞാൽ മതി. എന്താണ് ഇങ്ങനെ വൈ പഠിക്കാത്തത്? എന്താണ് പഠിക്കാത്തത്? വൈ ആർ യു ആ കറക്റ്റല്ലേ? വൈ ആർ യു നോട്ട് സ്റ്റഡി? പഠിക്കുന്നില്ലല്ലോ. വൈ ആർ യു പഠിക്കാത്തത് എന്താണ്? ജസ്റ്റ് ഒരു മീനിങ് വന്നാ മതി. എന്താണ് ഓക്കെ. പഠിക്കാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ ഡിഡ് യു സ്റ്റഡി എന്ന് വരും. കണ്ടോ, ഇംഗ്ലീഷിന് നമ്മൾ ഡിഡും യു ഒക്കെ ആറൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ മീനിങ് തന്നെ മാറിപ്പോകും. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്താലേ സെറ്റ് ആകത്തുള്ളൂ കേട്ടോ. ഓക്കെ. വൈഫിന്റെ മുമ്പിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളതല്ലേ? അപ്പൊ ആ ഒരു ഇത് വേണം. ഏതാ? ആ ഒരു ഡെയറിങ് മെന്റാലിറ്റിയോട് കൂടി ഭയങ്കര പറ്റും എന്നുള്ള രീതിയിൽ പോണം. ഓക്കെ. അപ്പൊ അതിന് പ്രാക്ടീസ് ഓക്കെ. ചെയ്യണം. ഉം. ശരി. ഇന്ന് നമ്മൾ ഹൂ ഹും ഹൂസ് ആണ് നോക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ഓക്കെ. ടഫ് അല്ല, സിമ്പിൾ ആണ്. മനസ്സിലാക്കി ഇരുന്നാ മതി. ഓക്കെ. എന്ത് ചെയ്ത് ഫസ്റ്റ് വൺ ഹൂ. ഹൂവിന്റെ അർത്ഥം എന്താണ്? ഓ, ആരാണ്? ആരാണ്? ആര്? ആരവിടെ? ആരാ അവിടെ? ഹു ഇസ് ആ ദർ? ഹൂ ഇസ് ദയർ? അതാരാണ്? അതാരാണ്? അവിടെ ആരാണ്? ഓ, അത്. അതാരാണ്? ഹൂ ഇസ് ദാറ്റ്? അതാരാണ്? ഹു അല്ലെ? ഇസ് ദാറ്റ്? ഹു ആ ഇസ് ദാറ്റ്? ഓക്കെ. ഇടയ്ക്ക് ഇടയ്ക്ക് എന്ത് പറ്റും ഗോഡ്സണ്? റിലേ പോകുന്നുണ്ടോ ഇടയ്ക്ക്?
ഇല്ല ഇല്ല അത് ശരിയാകത്തോണ്ട. എനിക്ക് അറിയാൻ തോന്നുന്നത് മേലാത്തോണ്ട. ഇവിടെ എവിടെയോ ഫോക്കസ് ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഇവിടെയല്ല അതിന് ശ്രദ്ധിച്ചിരിക്കുന്നത്, വേറെ എങ്ങോട്ടോ ആണ് ശ്രദ്ധ. ഫിസിക്കലി യു ആർ ഹിയർ ബട്ട് യു ആർ സോൺഡ് ഔട്ട്. വേറെ ഏതോ ഒരു ലോകത്താണ്. അല്ല ഞാൻ ഈ സ്ക്രീനെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓ ശരി ശരി വേറെ ശരി. എങ്ങോട്ടോ. ആ അപ്പോ ഈ ഒരു ഫോമാറ്റ് തന്നെ എഴുതി പഠിക്കണം. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5-6 മണിക്കൂറിന് മുമ്പാണെങ്കിൽ സെൻഡ് ചെയ്ത് തരുന്നില്ലേ. അപ്പൊ അത് ഫോമാറ്റ് ഒന്ന് ആ ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചിട്ട് വരണം കേട്ടോ. ഹൂ ഇസ് യുവർ ഓക്കെ ഫേവറേറ്റ് ടീച്ചർ? നമ്മളിപ്പം ഹൂ ആണെങ്കിലും എല്ലാം ഹൂസ് ഒക്കെ ആണെങ്കിലും ഒന്നോ രണ്ടോ ഫോമാറ്റേ നോക്കുന്നുള്ളൂ. അതൊന്ന് എക്സ്പേർട്ട് ആയി ഓക്കെ. കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഹൂ ഇസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ? ഗോഡ്സന്റെ മോട്ടിവേറ്റർ ആരാണ്, അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ മോഡൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നോ. റോൾ മോഡൽ ഒന്നും ഇല്ല. ആ ഇപ്പൊ സപ്പോസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? താങ്കളുടെ റോൾ മോഡൽ ആരാണ്? ഹു ഈസ് യുവർ റോൾ മോഡൽ? ആ ഹു യെസ്. ഈസ് യുവർ അതാ. റോൾ മോഡൽ? അപ്പൊ ആ ഒരു ഫോമാറ്റ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഹൂസ് ആണ്. ആരുടെ കാറാണ്? അത് ആരുടെ ബിൽഡിംഗ് ആണ്? അത് ആരുടെ വർക്കേഴ്സ് ആണ്? അത് ആരുടെ ഹോസ്പിറ്റലാണ്? അപ്പൊ ആരുടെ എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ് ഹൂസ്. ഹൂസ് കാർ ഇസ് ദിസ്? ഹൂസ് അത് ആരുടെ പട്ടികളാണ്? ആ ആ പട്ടികൾ അത് ആരുടെ പട്ടികളാണ്? അപ്പൊ അത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഹൂസ് ഹൂസ് ദിസ് ഡോഗ്സ്? ഹൂസ് ഹൂസ് ഡോഗ്സ് ആർ ദീസ്, അല്ലെങ്കിൽ ഹൂസ് ഡോഗ്സ് ആർ ദോസ്. ഇവിടെ ഈ ഇവിടെയാണ് പട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഹൂസ് ഡോഗ്സ് ആർ ദീസ് എന്ന് ചോദിക്കാം. അങ്ങോട്ട് മാറിയാണെന്നുണ്ടെങ്കിൽ ഹൂസ് ഡോഗ്സ് ആർ ദോസ്, അത് അവ ആ പട്ടികൾ അത് ആരുടെയാണ്, ഈ പട്ടികൾ ഇത് ആരുടെയാണ്. ഓക്കെ, അതാണ് ദോസും ദീസും ഓക്കെ. തമ്മിലുള്ള ഡിഫറൻസ്. അതറിയാമല്ലോ. ദീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തുള്ളത്, ഇത് ദോസ് എന്ന് പറയുമ്പോൾ ഹൂസ് അകലെയുള്ളത്. അതല്ല. ആ ഓക്കെ. അപ്പോ അത് ആരുടെ പൂച്ചക്കുട്ടികളാണ് അവിടെ ഉള്ളത്? ആ പൂച്ചക്കുട്ടികൾ അത് ആരുടെയാണ് ആ പൂച്ചക്കുട്ടികൾ? ഹൂസ് ദാറ്റ് കാറ്റ്? ഹൂസ് കാറ്റ്സ് ആർ ദോസ് അല്ലേ? സ്ക്രീനിൽ ഹൂസ് നോക്കി കാറ്റ്സ് ആർ പറഞ്ഞോ, ദോസ്? കുഴപ്പമില്ല. ഇപ്പൊ പഠിക്കുമല്ലേ. അപ്പം ഹൂസ് കാറ്റ്സ് ആർ ഓക്കെ. ദോസ്, അത് ആരുടെ കാറ്റ്സ് ആണ്? ഓക്കെ. അടുത്തത് ഹും ആണ് നോക്കുന്നത്. ഹും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആര്, ആർക്ക്, ആരെ. ഉം ആര്? ഗോഡ്സൺ ആരോടാണ് ഇന്നലെ സംസാരിച്ചത്? ഇന്നലത്തെ കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യമല്ല, ഇന്നലത്തെ കാര്യമാണ്, പാസ്റ്റ് ആണ്. അപ്പൊ ഗോഡ്സൺ ആരോടാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ ഗോഡ്സൺ ആർക്കാണ് ക്യാഷ് കൊടുത്തത്? ഞാൻ കണ്ടായിരുന്നു ഗോഡ്സൺ ആർക്കാണ് ക്യാഷ് കൊടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ഹും ഡിഡ് യു ഗീവ് ദ മണി? ആർക്കാണ്, ആരെയാണ് നിങ്ങൾ കണ്ടത്? ഹും ഡിഡ് യു സീ യെസ്റ്റർഡേ? ഇന്നലെ ആരെയാണ് നിങ്ങൾ പാർക്കിൽ വെച്ച് കണ്ടത്? ഹും ഡിഡ് യു സീ ഇൻ ദ പാർക്ക്? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോം ചെയ്യാൻ ഈ ഒരു ഫോമാറ്റ് അറിഞ്ഞിരുന്ന പറ്റും. ഹും ഡിഡ് യു ഗീവ് ദ ഹൂ മണി? ഡിഡ് യു ഗീവ് ദ മണി? ഹു അല്ല, ഹും. ഹും. ഹും ഡിഡ് യു ഗീവ് ദ മണി? യെസ്, ഹും ഹും ഡിഡ് യു ഡിഡ് യു ഗീവ്? ഗീവ് ദ മണി. പിന്നെ വേറൊരു ഡൗട്ട് വരാം. ഹൂ ഹും ഡു യു ഗീവ് ദ മണി എന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ ആർക്കാണ് പൈസ കൊടുക്കുന്നത്? ഓക്കെ, അല്ലെങ്കിൽ പൈസ കൊടുക്കാറുള്ളത് ആർക്കാണ്? ഇതാണെങ്കിൽ ഓക്കെ. പാസ്റ്റ് ആയിരിക്കും. ആർക്കാണ് കൊടുത്തത്? ഡു വരുമ്പോ ആർക്കാണ് ഈ കൊടുക്കുന്നത്? ഹും ഡു യു ഗീവ് ദ മണി പ്രസന്റ്. റൈറ്റ് നൗ? ആ ക്ലിയർ ആണോ? നാളെ ഞാൻ നോ. ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും മനസ്സിലായില്ല, മറന്നുപോയെന്ന് പറയരുത്. ഓക്കെ. നോ. ഇനി ആരെയാണ് താങ്കൾ എപ്പോഴും പാർക്കിൽ കാണാറുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഷോപ്പിംഗ് മോളിൽ വെച്ച് എപ്പോഴും താങ്കൾ ആരെയാണ് ഈ കാണുന്നത്? അപ്പൊ ഹും ഡു യു സീ ഇൻ ദാറ്റ് ഷോപ്പിംഗ് മോൾ? ഹും ഡു യു സീ, ആരെയാണ് എപ്പോഴും കാണാറുള്ളത്, ഹും അല്ലെങ്കിൽ ഹും ഡു ആരെയാണ് യു സീ ഇപ്പൊ ഇൻ ദ പാർക്ക്? ആ യെസ്. പക്ഷെ പാസ്റ്റ് ആണെങ്കിൽ ആരെയാണ് കണ്ടത് എന്ന് ചോദിക്കുമ്പോ ഹും ഡിഡ് യു ഗീവ്, ഡിഡ്. ഹും ഡിഡ് യു സീ എന്ന് വരും. ഓക്കെ. ഡിഡ് വരുമ്പോൾ ഡിഡ് യു ഗീവ്? വേർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അല്ലാതെ ഹും ഡിഡ് യു ഗേവ് എന്ന് പറയത്തില്ല. ഹും ഡിഡ് യു ഗീവ് ആണ്. ഗീവ്, ഗേവ്, ഗിവൺ, അതൊക്കെ അറിയാലോ. പക്ഷെ അതിലെ ബേസ് ചിലതൊക്കെ ഫോം അറിയാം. ആണ്. ആ ആ അപ്പൊ അതിലെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഫോം ആണ് ഡിഡിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓക്കെ. ഡിഡ് യു നോ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, ഡിഡ് യു സീ, ഡിഡ് യു വാച്ച് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അല്ലേ? ആണ്. ആ ഓക്കെ. അപ്പോ അതാണ് ഇന്നത്തെ ടോപ്പിക്. ഇനി എല്ലാം കൂടി പഠിച്ച് കൊളവാകണ്ട, അല്ലേ? കൊളവാക്കണ്ട. ആ യെസ്. ഇതൊന്ന് ആ പഠിച്ചിട്ട് ഓക്കെ. വരുമോ?
ഇത് നോക്കിയിട്ട് വരൂ. yes. പഠിക്കുകയല്ല, ഉം. ഇതേപോലത്തെ ഒരു മാക്സിമം ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാത്തിന്റെയും ഒന്ന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫോമാറ്റ് ക്ലിയർ ആവും. അറ്റ്ലീസ്റ്റ് Okay. 5 sentences. Okay. So today's speaking task, have you prepared yesterday's topic? ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചെയ്യാനായിട്ട്. ചെയ്തു Yes, തരണം. yes. ഉം. ആ ആ അപ്പൊ തുടങ്ങിക്കോ. Can you show the pictures? You already have the pictures, right? Yes, ആ I have, but എങ്കിലും ഞാൻ കാണിക്കാം. ഓക്കെ. കോഡ്സ് ഞാൻ ഇന്നലെ സെൻഡ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ. ഉം, ഉം, I ഇത് then. 3 പേര് 4 പേര്. Okay. This time, every people is using mobile phone and using the every time using mobile apps, WhatsApp, Instagram, and YouTube, and children are also using the mobile phones, and no one playing the games in grounds. ഉം, In every time sitting on the rooms and watching mobile and not playing the football, cricket, that type of games, and that's why ഔട്ട്ഡോർ ഗെയിംസ് uh, അല്ലേ? yeah, and that's why the children are very fatty, and so many ills are coming. These children ആ, and our ഒരു കാര്യം these പറയട്ടെ. children. എക്സ്ക്യൂസ് മീ പ്ലീസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാര്യം, ചിൽഡ്രൻസ് എന്ന് പറയത്തില്ല എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ? ചിൽഡ്രൻസും പീപ്പിൾസും. Children, people. ആ Okay, okay. ആ ആ അങ്ങനെ ബാക്കി പറഞ്ഞ് ശീലിച്ചു. അതൊന്ന് മാറ്റി പിടിക്കണം. Okay, അതാ പറഞ്ഞത്, children, പതുക്കെ people. പതുക്കെ പറഞ്ഞാൽ മതി. പതുക്കെ സ്ലോ പേസിൽ പോവാം. Mm. ഉം. And this time, these children not ആരോടും ഇങ്ങനെ സമ്പർക്കമില്ലെന്ന്. They are not interacting with others. Yes, they are not interacting other peoples and not feeling other people emotions. ഉം. Everyone doing our work and only seeing our life. So what about you? Are you interactive? Are you a social butterfly? Yeah, I am also. I have so many friends, and I am calling my friends, and I every call time I call my friends. I call my friends in every time, and I am അന്വേഷിക്കും. I will എന്തന്വേഷിക്കുന്നു? അവരുടെ കാര്യങ്ങൾ. I Things. will ask them about their whereabouts. അവരെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ചെയ്യും. Okay. ചെയ്യും അവരുടെ കാര്യങ്ങളെല്ലാം. And I can understand my friends' feelings. What about them? Do they reciprocate the same emotion? അവർ തിരിച്ച് അങ്ങനെ കാണിക്കാറുണ്ടോ? Yes, yes, yes. Are they concerned I about have you? no, I have not so many friends. I have only a few friends, 3 or 5 friends, Okay. and that friends ഞാൻ അങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ considering my feelings. ഓക്കെ, ഗ്രേറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതിനുള്ള ഒരു ഇംഗ്ലീഷ് ആണ് റെസിപ്രോക്കേറ്റ്. RECIPRO. ഞാനത് ടൈപ്പ് ചെയ്യാം. ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. ഉദയന്റെ റെസിപ്രോക്കേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കുവാണെങ്കിൽ നമുക്ക് അത് തിരിച്ച് ദേ ആർ റെസിപ്രോക്കേറ്റിംഗ് വാട്ട് ഐ ഗീവ്. ഞാൻ കൊടുക്കുന്നത് അവരെനിക്ക് തിരിച്ചു തരാറുണ്ട്. ഓക്കെ. They reciprocate the same feelings. Same feelings. And next point. Tell Next me video something ആണ്. about this picture.
ഇതെന്തോ മനസ്സിലാവുന്നില്ല. It can be a husband and wife. They are hugging each other, but still they are keeping or they are using their mobile phones. Their emotional connection is not strong because they are in their own No world. feelings. Ah, Yeah, no feelings in this hugging. Only ah, for physical. ah. Just for hugging sake, alle. Yeah. Ah, That's why the husband and wife using messaging, texting other people's, and it's not other consider this people. other person. Mm, mm, Other people consider this other person. mm, mm. Only every time using this phone. Okay. That's why in Then this husband and wife relationship is very താഴെയാവുന്നു. അത് ഇറ്റ്സ് ഡീഗ്രേഡിങ് ഇങ്ങനെ ക്ഷയിച്ചു Yes. പോവുകയാണ്. ആ Yes. It's in ഓ this time they are not interacting. Uh, uh, it's interacting no time. And every they time don't using have this phone. they don't have time for each other അല്ലേ they don't have quality Yes. time to spend with ആ do you have quality time Every to spend with your wife? yes. I'm not. I am don't every time using this phone. What about your wife? Well, sometimes, Mm, mm, mm. and we are interacting other our problems and our Okay, feelings. great. Mm, mm. Good. This one, This one is what are the what are the pros and cons of using social media? We discussed the problems. What about the good side of social media? Can you mm, tell some positive sides of using this social media? in so many people using social media in education purpose and news awareness and in ലോകത്തിന് എവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ അറിയാൻ പറ്റുമെന്ന്. Ah, വേറെ we can get information regarding anything uh, with a single touch, അല്ലേ? yes, Like with a single yes. swipe. Ah. That's another good things for the social media. There are many other points. What we are doing right Yes, now, teaching and learning, we can enroll in different teaching. courses, അല്ലേ? Yes, and this time so many this time peoples are doing work other countries and People are. anytime people are doing work in other countries and interacting with the family in phone in any Mhm. time. Yes. That's a positive thing for social media and phone. And also you can make money out of social media. Don't you Uh, agree with that? ആ yes, 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 ആ ഇതാണ് ഇന്നലെ പ്രിപ്പയർ ചെയ്തത്. yes. പറഞ്ഞോ പറഞ്ഞോ. ഇങ്ങനെ കുറെ Mm, കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഇല്ലേ ഗോഡ്സിന് yes. നല്ലൊരു കോൺഫിഡൻസ് വരും. യെസ് ഐ ക്യാൻ സ്പീക്ക് ഫ്ലുവന്റ്ലി ബിക്കോസ് ഐ ഓൾറെഡി പ്രിപ്പയർഡ് ദ ടോപ്പിക്. എന്നിട്ട് നമുക്ക് റാൻഡം ആയിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്യാം. ഓക്കെ, യു ആർ സ്പീക്കിംഗ് വെൽ, Okay. പക്ഷേ ഭയങ്കര കുറച്ച് ഫാസ്റ്റ് ആണ്, അത്രേ ഉള്ളൂ, ബാക്കി പ്രശ്നമൊന്നുമില്ല. Mm, പീപ്പിൾസും ചിൽഡ്രൻസും പ്ലീസ് ഒന്ന് കോൺഷ്യസ് ആണ്. okay. ആ ആ കണ്ടിന്യൂ. People, children. പീപ്പിൾ ചിൽഡ്രൻ. ആ വൈഫ് കളിയാക്കിയാലും And കുഴപ്പമില്ല, ടോക്ക് ടു ഹെർ ഇൻ ഇംഗ്ലീഷ്. yes, യെസ്. I just I will try. എക്സ്ക്യൂസ് മീ, കേട്ടില്ല. I will try. ആ കണ്ടിന്യൂ, പറഞ്ഞു പറഞ്ഞു. സോ വി ക്യാൻ And മേക്ക് മണി ഫ്രം സോഷ്യൽ മീഡിയ ആൻഡ് ഓൾസോ അബൌട്ട് ദ ടാലൻസ്. നമുക്ക് എന്തെങ്കിലും ഹിഡൻ ടാലൻസ് ഉണ്ടെങ്കിൽ ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അല്ലെ, യു ക്യാൻ yes, ഷോക്കേസ് yes, yes. യുവർ ടാലൻസ്. Mm. And the whole time very we are people suffering for our abilities. I know അവരുടെ ഇത് കഴിവുകൾ. ആ
their skills. കാണിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ they didn't get. അതൊന്ന് ആ പറഞ്ഞു നോക്കി. പണ്ട് മനുഷ്യർക്ക് അവരുടെ ടാലന്റ് അല്ലെങ്കിൽ സ്കില്ല് കാണിക്കാനായിട്ട് ഒരു ഉം, ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ ആർക്കും എന്തും അവരുടെ ടാലന്റ് പുറത്ത് കാണിക്കാൻ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ പറ്റും. സോഷ്യൽ മീഡിയ കൊടുത്തരുന്നു. അപ്പൊ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? The old time the people didn't ആ uh, mm, കറക്റ്റ്. didn't do our skills uh, Didn't get uh, opportunities to show their skills. skills in no platform Yes, no platform. But is now, there. But nowadays, this ah, time um, uh, uh, we have so many uh, platform available in social media, yes. and that this time so many people in front of the stage and television movie Mm, mm. coming from this type of social media platforms. And also we can make short films, alle? And Yes, and and uh, prove the skills. yes. And we don't want to seek the help of others to publish it. You yourself can publish it, alle? Through in Yes. YouTube and all. Ah. Mm. Have you In last published? in la Have you ever published a content in YouTube or Instagram? no. Mm, You love personal. You want a personal Space. space, right? You keep Yes. everything personal. You don't like public. I don't like publicity, right? No. I don't like publicity. Okay. I'm putting my some photos only in my Instagram. Okay. My Instagram account also private. Uh-huh. Mm. In my friends only seeing my Oh. photos. Mm. I So like that. are you an introvert? No. What is introvert? ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പം നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് എന്ന് വെച്ചാൽ പുറം ലോകമായിട്ട് അങ്ങനെ വലിയ ഇന്ററാക്ഷനോ എന്റെ സന്തോഷം, എന്റെ ഒരു പ്രൈവറ്റ് സ്പേസ്, അതാണ് എനിക്കിഷ്ടം. എന്നിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ ഇങ്ങനെ കുറെ Maybe എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ maybe സംസാരിച്ച് may maybe this time I came to England. I am an introvert. ഓക്കെ. I'm not speaking other persons. I am only speaking my wife only, and വൈ? I'm not interacting other people. I'm going to job and return my home ആ and making food, eating, sleeping, ആ again job only. In ഓ my country, I am doing so many എക്സ്ട്രോവേർട്ട്. things. ആ ഇൻട്രോവേർട്ടിന്റെ Every ഓപ്പോസിറ്റ് time ആണ് I am എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ടിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്ട്രോവേർട്ട്. എന്ന് വെച്ചാൽ okay extrovert. ടൈപ്പ് ചെയ്യണോ? ആ ടൈപ്പ് ചെയ്ത് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് ആംബിവേർട്ട്. കാണുന്നില്ലേ? യെസ് എന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ അങ്ങനെ ടോക്കറ്റീവ് ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പോൾ സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്. എല്ലാ നേരം ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാള്. ആംബിവേർട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ ചില സമയം ഇതിന്റെ രണ്ടിന്റെ കൂടെ മിക്സ് ആണ് ആംബിവേർട്ട്. ഇൻട്രോവേർട്ടും അല്ല എക്സ്ട്രോവേർട്ടും അല്ല. ഇൻട്രോവേർട്ടും ആണ് എക്സ്ട്രോവേർട്ടും ആണ്. രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ആംബിവേർട്ട്. ഓക്കെ. ambivert. ആ So what about your wife? Is she an extrovert or introvert? Oh, she's an introvert. Aha. Okay. She has no friends. She has She has. She has. she has Uh, no friends. Only one only one, no. Only one friend she has. only one person or in India this time there.
Uh-huh. What's her name? Maria. Maria. How Mm. old she is? How old she is? 23. 23. Uh-huh. She's here, but she is sleeping. So She did has you have night your shift. night? No, is she working? Yeah, still studying and working. Uh-huh. Oh, you have full-time job there and your wife has a Yeah, part-time part job, time. right? Okay. Yes, yes. Mm-mm. So, how was your life as an expatriate? I didn't understand. ഇപ്പം നമ്മള് പ്രവാസിയാണല്ലോ, വേറൊരു നാട്ടിലാണല്ലോ. Yes. അപ്പൊ ആസ് ലൈഫ് ഓഫ് എ പ്രവാസി, ലൈഫ് ഓഫ് ആൻ എക്സ്പാട്രിയേറ്റ് എന്നാണ് അതിന് പറയുന്നത്. അത് ഞാനും Uh, വാട്സപ്പിൽ കുറച്ച് വേർഡ്സ് തരാം. ഓക്കെ. അപ്പോ okay. what are your experiences as an expatriate in that country, new people, new culture? Uh, Uh, England is a good country. The peoples are so good, and people are people are people are good, but some peoples are people. that type of that people. Some people are uh, ഇവരുടെ രാജ്യത്തല്ല എന്നുള്ള ചെറിയൊരു ഇതുണ്ട്. എന്താ എന്നെ പറഞ്ഞ വർണ്ണ വിവേചനം അതുപോലെ. They racism, kind of racism, അല്ലേ? Yes, yes, yes. The old peoples are some people. Discrimination. They discriminate you because you are an Indian, അല്ലേ? Yes, Oh, I think it's old and people, not the new generation. old people. New generation not that type of. The old Mm. generation peoples are that type of people. Uh, uh. And the main things are the huge salaries there. That's the main reason for That's why. India Uh, salary. and also, if you're doing part-time work, also you get remuneration based on the works that you do, right? Yes. Ah, okay. In England, is all salary is getting hours basis. Hourly salary. We get hourly salary. Yeah, Mm-mm. 1 hour this type of salary. This Oh, salary. okay. So can you meet those expenditure with your salary that you get? Yes, yes. In England is very good salary and expense is very high, but no problem. If both of us We have, can we can uh, we can make more money. mm, mm, mm. Okay. Then why you are coming back to India? Maybe next May or Then why? Since you have good remuneration, you can stick to that particular place, right? yeah. Are you planning to do that? ഗോഡ്സൺ പറഞ്ഞല്ലോ, റെമ്യൂണറേഷൻ അവിടെ കൂടുതലാണ്, ലിവിങ് സ്റ്റാൻഡേർഡ് Mm. കുഴപ്പമില്ല. അപ്പൊ പിന്നെ എന്താണ് തിരിച്ചു വരുന്നതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ഐ വാസ് ആസ്കിങ് അബൌട്ട് ദാറ്റ്. I I'm more like my country. നമ്മളുടെ കൺട്രിയില് ഇത്തിരി ചിരിയെ Mm. കിട്ടത്തുള്ളെങ്കിലും ഉള്ളത് കൊണ്ട് അടിച്ചു പൊളിച്ച് അല്ലേ, Okay. അതാണോ? This time I am making more money and more savings and I come back my home ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. after ആൻഡ് maybe one year later my I change my plan. I don't know. This is my first time. ഓക്കെ I ഓക്കെ. only living this 6 months. That's why I am talking this type of. But maybe 1 or 2 years back, I am uh, staying there. പറഞ്ഞു. Maybe. ലൈഫ് ഇസ് അൺപ്രഡിക്റ്റബിൾ, സോ വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, അല്ലേ? Yes, yes. ഉം. This country provide so many good things. ആ Good transportation, good food, and good facilities യെസ് യെസ്. in comparing with India. ദാറ്റ്സ് റൈറ്റ്. That's right. അപ്പൊ ഓക്കെ, എന്താണെങ്കിലും ഇന്നത്തെ സെഷൻ ഇറ്റ്സ് ഓവർ ആൻഡ് വി വിൽ ടുമോറോ പ്ലീസ് റൈറ്റ് സം ഫോർമാറ്റ് ബേസ്ഡ് ഓൺ ദിസ് ഫോർമാറ്റ്. ഓക്കെ, റൈറ്റ് സം ക്വസ്റ്റ്യൻസ് Soon. ബേസ്ഡ് ഓൺ ദീസ് ഫോർമാറ്റ്സ്. ഓക്കെ, Okay, okay. താങ്ക് യു. Thank you very much. ഓക്കെ.